പ്രവാസ ലോകത്ത് ഇനിയും തിരിച്ചറിയപ്പെടാത്ത നിരവധി പ്രതിഭകളുണ്ട്. എയർ ഹോസ്റ്റസായി ജോലി തുടരുന്ന ജിലുവിൻ്റെ ലോകം കവിതകളുടേതാണ്. ആകാശത്തിലെ അനുഭവങ്ങൾ മാത്രം മുൻനിർത്തി ഒരു കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തിടുക്കത്തിലാണ് ഈ യുവതി. ഭാവനയുടെ ലോകത്ത് പറന്നു നടക്കുന്നവരാണ് കവികൾ എന്ന് പറയാറുണ്ട്. എന്നാൽ ആകാശത്ത് പറന്നു നടന്ന് തന്നെ ഭാവനയുടെ പുതിയ സീമകൾ തേടുന്ന ഒരു കവയത്രിയെ പരിചയപ്പെടാം. ഇടുക്കി കുമളി സ്വദേശി ജിലു ആഞ്ചേല ജോസഫ്. ദുബൈയിൽ എയർ ഹോസ്റ്റസായി ജോലി ചെയ്യുന്ന ജിലു അപ്രതീക്ഷിതമായിട്ടാണ് കവിതയുടെ ലോകത്ത് ലാൻഡ് ചെയ്തത്. CLS പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ജിലുവിന്റെ 3 കവിതാ സമാഹാരങ്ങൾ കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെയറിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇതൾ കൊഴിഞ്ഞൊരു നിശാഗന്ധി എന്നായിരുന്നു ആദ്യ പുസ്തകത്തിന്റെ പേര്. ഇതേ പേരിൽ തന്നെ ജിലുവിന്റെ 1500ഓളം വരുന്ന കവിതകൾ ഉൾക്കൊള്ളുന്ന ഒരു ബ്ലോഗ് വെബ് ലോകത്തെ വായനക്കാർക്കായി ഇവർ തുറന്നു കൊടുത്തിട്ടുണ്ട്. എയർ ഹോസ്റ്റസായി ജോലി നോക്കുന്നതിനിടയിൽ എങ്ങനെ വായനയും എഴുത്തും നടക്കുന്നു എന്ന ചോദ്യം ജിലു ആഞ്ചേലയുടെ അടുത്ത് പ്രസക്തമല്ല. ആകാശത്ത് വെച്ചുപോലും ഈ മിടുക്കി കവിതകൾ കുറിച്ചിട്ടുണ്ട്. വിമാനത്തിലെ യാത്രക്കാരെ ദിവസമെന്നോണം കാണുന്നുണ്ട്. ആരും കാണാതെ പോകുന്ന ഒരുപാട് കഥകൾ ഓരോ യാത്രക്കാരന്റെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ കഴിയുമത്രേ. സാധാരണക്കാരന്റെ മനസ്സിൽ വിരിയാത്ത ചിന്തകളെ കവിഹൃദയം ഇങ്ങനെ വിവരിക്കുന്നു. ഇനിയും എവിടെയെങ്കിലും കാണാമെന്ന് വെറുതെ പറഞ്ഞ് കൈവീശി ലോകത്തിൻ്റെ എണ്ണമറ്റ കോണുകളിലേക്ക് നിങ്ങൾ ചിതറിപ്പോവും. എൻ്റെ തൊട്ടു മുൻപിലിരിക്കുന്നയാൾ എന്തോ വായിച്ചെടുക്കുകയാണ്. ഏതു വരിയുടെ തുമ്പിലാവും അയാളുടെ ചിന്തകൾ ഇപ്പോൾ തരിച്ചു നിൽക്കുന്നത്? എനിക്കുറപ്പാണ്, യാത്രയുടെ ഒടുക്കം ചില കഥാപാത്രങ്ങളെ മാത്രം കൂട്ടിക്കൊണ്ട് അയാൾ പോകും. അയാൾ ഇരിക്കുന്ന സീറ്റിൽ നിന്നും എനിക്ക് കിട്ടും വായനക്കാരൻ ഉപേക്ഷിച്ചു പോയൊരു എഴുത്തുകാരൻ്റെ ഹൃദയത്തെ. ജിലുവിന്റെ മനസ്സ് എന്നാണ് കവിതയുടെ ലോകത്തേക്ക് ടിക്കറ്റ് എടുത്തതെന്ന് അന്വേഷിക്കുമ്പോൾ പ്രവാസത്തിന് അതിൽ വലിയ പങ്കുണ്ട്. ഇടുക്കിയിലെ കുമളിയിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ജിലു 2008 നാട് വിട്ട് UAE-യിലെത്തുന്നത്. അപ്പനെയും അമ്മയെയും വിട്ടുനിൽക്കേണ്ടി വന്നതിന്റെ വിരഹവും ഗൃഹാതുരത്വത്തിന്റെ നൊമ്പരങ്ങളും മനസ്സിൽ വികാരങ്ങളുടെ വേലിയേറ്റം തീർത്തു. അവ കവിതകളായി കുറിച്ചിട്ടു. പിന്നീട് എഴുത്തിന്റെ ലോകത്ത് മുഴുകി. വായനയിലേക്കും ഗൗരവമായ ചിന്തകളിലേക്കും മനസ്സു പറന്നു. ഒരു എയർബസ് കണക്കെ. നാട് വിട്ട് വീട് വിട്ട് ഞാനിവിടെ വന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പം അപ്പനും അമ്മയും ഒന്നും ഇല്ലാത്ത ആ ഒരു ഫീലിംഗ് ആയിരിക്കും എഴുത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഒരു എയർ ഹോസ്റ്റസ് കവിത എഴുതിയാൽ എന്ന പേരിൽ ജിലുവിന്റെ കവിത പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. ആകാശത്തിലെ അനുഭവങ്ങൾ കൊണ്ട് മാത്രം ഒരു കവിതാ സമാഹാരം തയ്യാറാക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആനുകാലികങ്ങളിലും ഓൺലൈൻ പത്രങ്ങളിലും കവിതകൾ പ്രസിദ്ധീകരിക്കുന്നതിന് പുറമെ ചില ടെലിഫിലിമുകളിൽ ഗാനരചനയും നിർവഹിച്ചിട്ടുണ്ട്. ഒരു എയർ ഹോസ്റ്റസിന്റെ വെല്ലുവിളി നിറഞ്ഞ ജീവിതയാത്രയ്ക്കിടയിലും കവിതയെയും അക്ഷരങ്ങളെയും പ്രണയിക്കുന്ന ഇവർക്ക് വായനയുടെ ലോകമാണ് ജീവവായു. ഒരു കവയത്രി എന്ന നിലയിൽ ജിലുവിന്റെ പുസ്തകങ്ങൾ നീണ്ട യാത്രയിലേക്കുള്ള ടേക്ക് ഓഫ് നടത്തിയിട്ടേയുള്ളൂ. ഉല്ലാസകരമായ കാവ്യസഞ്ചാരത്തിനായി സീറ്റ് ബെൽറ്റ് മുറുക്കി വായനക്കാർക്ക് ഇനിയും കാത്തിരിക്കാം. ഭാവനയുടെ പുതിയ ചക്രവാളങ്ങൾ താണ്ടി ജിലുവിന്റെ തൂലിക ഇനിയും ചിറകു വിരിക്കട്ടെ.